എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ മുപ്പട്ട് വ്യാഴാഴ്ചയാണ്. അതേപോലെ നാളെ വരാഹ ജയന്തിയാണ്. നമുക്കൊക്കെ അറിയാം, ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ്, മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് വ്യാഴാഴ്ച. ഈ വ്യാഴാഴ്ചയാണ് വരാഹ ജയന്തിയും കൂടിയിട്ടാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ആൾക്കാർ, അപ്പോൾ സ്ഥലം വിൽക്കാൻ സാധിക്കാണ്ടിരിക്കുക, ഇനിയിപ്പോൾ വാങ്ങാൻ ആഗ്രഹിച്ചിട്ട് അത് നടക്കാതിരിക്കുക, വീടോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും നമ്മൾക്ക് പണി പൂർത്തിയാക്കാൻ പറ്റാതിരിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറേ ആഗ്രഹിച്ചിട്ടും നടക്കാണ്ടിരിക്കുക, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും വരാഹമൂർത്തിയാണ് പ്രാർത്ഥിക്കേണ്ടത്. നമ്മുടെ ഭൂമി സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നമാണെങ്കിലും വരാഹമൂർത്തിക്കാണ് നമ്മൾ പ്രാർത്ഥനകൾ ചെയ്യേണ്ടത്, വഴിപാടുകൾ ചെയ്യേണ്ടത്. അപ്പോൾ നാളെ ഈ ഒരു ദിവസമാണ്. വരാഹമൂർത്തിയെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടില്ലാത്ത ആൾക്കാർക്ക് പ്രാർത്ഥന തുടങ്ങാവുന്ന ദിവസമാണ്. നമ്മൾ എന്തൊരു കാര്യമാണോ നമുക്ക് നടക്കേണ്ടത്, ആ കാര്യം ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല ദിവസമാണ് നാളെ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ വരാഹമൂർത്തിയെ നല്ലോണം പ്രാർത്ഥിച്ചോളൂ. ഭഗവാന്റെ അമ്പലം നമ്മുടെ തൊട്ടടുത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല ചിലപ്പോൾ, കാരണം കുറച്ച് അമ്പലങ്ങളേ ഉള്ളൂ, ഗണത്തിൽ കുറവാണ് വരാഹമൂർത്തി ക്ഷേത്രങ്ങൾ. ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി തൊഴുക. അതല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള അമ്പലം ഏതാണോ ആ അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുക. ഇനി വീട്ടിൽ പൂജ, നാളെ വ്യാഴാഴ്ചയാണല്ലോ, മഹാവിഷ്ണുവിന് പൂജകൾ ചെയ്യാറുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ വരാഹമൂർത്തിയുടെ പൂജയും കൂടി നാളെ ചെയ്യാം. നമ്മളുടെ ആഗ്രഹം എന്താണോ അത് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചതിന് ശേഷം ഭഗവാനൊരു നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക. നമ്മുടെ ആഗ്രഹം എന്താണോ അത് മനസ്സിൽ ആദ്യം ഭഗവാനോട് പ്രാർത്ഥന വെച്ചതിന് ശേഷം മാത്രം നമ്മുടെ ബാക്കിയുള്ള പൂജാതി കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് ഈ പൂജ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ ചെയ്യണ മാതിരി നമ്മൾ അതുപോലെ വിചാരിക്കേണ്ട. നമ്മളുടെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ചെറിയ കാര്യങ്ങൾ ആയാലും നമ്മൾ മനസ്സിൽ അത്രയും വിശ്വാസത്തോടു കൂടി ചെയ്യുക. തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമുക്ക് കിട്ടാതിരിക്കില്ല. അപ്പോൾ ഈ വ്യാഴാഴ്ച പല ആളുകളും വ്യാഴാഴ്ച ഒരിക്കലെടുക്കുന്ന ആൾക്കാരുണ്ട്, മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് അന്നത്തെ ദിവസം ഉപവാസമായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഓരോരുത്തരും ഓരോ തരത്തിലാവുമല്ലോ ഈ ദിവസങ്ങളൊക്കെ ഭജിക്കാറ്. അപ്പോൾ ഈ ഒരു ദിവസം ഭഗവാനെയും കൂടിയിട്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. വരാഹമൂർത്തിയോട് നമ്മുടെ ഈ ഒരു ആവശ്യങ്ങൾ, നമ്മുടെ ഭൂമി സംബന്ധമായിട്ടുള്ള എന്ത് വിഷയമുണ്ടോ അതിനെക്കുറിച്ചുള്ള നമ്മുടെ ആ ഒരു പ്രാർത്ഥന മനസ്സിൽ വെച്ചിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഈ ഒരു നാമം കൂടി ജപിക്കുക കൂട്ടത്തിൽ. ഓം നമോ ഭഗവതേ വരാഹരൂപായ നമ. ഓം നമോ ഭഗവതേ വരാഹരൂപായ നമ. ഈ ഒരു നാമം കൂടി ജപിച്ചതിന് ശേഷം ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ. നമ്മുടെ എന്തൊരു തടസ്സമാണെങ്കിലും അതൊക്കെ ഭഗവാൻ മാറ്റിത്തരും. ഭഗവാന്റെ വളരെ വിശേഷപ്പെട്ട അമ്പലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പോകാൻ സാധിക്കുന്ന ആൾക്കാരാണെങ്കിൽ വരാഹ ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തൊരു തടസ്സമാണെങ്കിലും അത് മാറിക്കിട്ടും എന്നുള്ളത് എത്രയോ ആളുകൾക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. കാണാതെ പോയ സാധനങ്ങൾ കിട്ടാറുണ്ട്. നടക്കില്ല, സ്ഥലം വിൽക്കാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ച ആൾക്കാർ അത് വിറ്റുപോയിട്ടുണ്ട്. വാങ്ങാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചവർക്ക് വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വിശേഷപ്പെട്ട വരാഹമൂർത്തി ക്ഷേത്രം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ തൊഴാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ, സാധിക്കുന്ന ആൾക്കാരാണെങ്കിൽ വരാഹമൂർത്തി ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ. എന്തൊരു ആവശ്യമാണെങ്കിലും, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തൊരു കാര്യമാണെങ്കിലും അത് ഭഗവാൻ നടത്തിത്തരും. വളരെ വിശേഷപ്പെട്ട ദിവസവുമാണ് നാളെ. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാനോട് നമ്മുടെ പ്രാർത്ഥന എന്താണോ അത് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ച്, എല്ലാം ഭഗവാനെ കണ്ടുകൊണ്ട്, എല്ലാം ഭഗവാൻ നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണല്ലേ. നമ്മൾ ഓരോന്നും നമ്മൾ വിചാരിക്കും നമ്മൾക്ക് എന്താ ഇങ്ങനെ തോന്നാന്നൊക്കെ. നമ്മളെക്കൊണ്ട് ഭഗവാൻ ചെയ്യാൻ തോന്നിക്കണമെന്ന് അങ്ങോട്ട് വിചാരിച്ചാൽ മതി. അപ്പോൾ പിന്നെ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. നമുക്ക് എന്ത് കിട്ടിയോ അതൊക്കെ ഭഗവാൻ തരുന്നു. എന്തൊക്കെ കിട്ടാതിരിക്കുന്നു അതൊക്കെ ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടാവും ഇതൊന്നും കിട്ടാനുള്ളതല്ല എന്ന്. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിഷമങ്ങളും നമ്മുടെ ഉള്ളിലുണ്ടാവില്ല. അപ്പോൾ എല്ലാം ഭഗവാന് സമർപ്പിക്കുക. എന്ത് നല്ലതായാലും ദോഷമായാലും സുഖമായാലും സങ്കടമായാലും എന്തും ഭഗവാന് സമർപ്പിക്കുക. ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ നമ്മുടെ മേലിൽ ചൊരിയുന്നതാണ്. എല്ലാവർക്കും ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ പലതാണ്. ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ ഭഗവാൻ നടത്തി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.